അമ്മ പോലെ ഒരു സംഘടന എന്തുമാത്രം പുരുഷ താല്പര്യ കേന്ദ്രീകൃതമാണെന്ന് നമ്മൾ ഈ സമീപകാലത്ത് കണ്ടതല്ലേ. കാരണം ഒരു നടി ആക്രമിക്കപ്പെട്ടു എന്നത് കേരളത്തിന് മുൻപിലുള്ള യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിശദാംശങ്ങൾ, അതിൻ്റെ പേരിൽ ആരൊക്കെയാണ് പ്രതിസ്ഥാനത്തുള്ളതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നിട്ടും ആരോപണ വിധേയനായ പോലീസ് കേസിൽ പ്രതിയായ ആളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലയാണ് ആ സംഘടന എടുത്തത്. ഒരു ഘട്ടത്തിൽ ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ ഇരയ്ക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ വിചിത്രമായ നിലപാടൊക്കെ അത് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ ആ നിലയ്ക്ക് വരുന്നത് ഇവരെങ്ങനെ സഹിക്കുമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ കൊല്ലം തുളസി പറഞ്ഞു കേട്ടു, സ്ത്രീകൾ താഴെയല്ലേ നിൽക്കേണ്ടത്, പുരുഷന്മാരല്ലേ ഭരിക്കേണ്ടത്. ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, ഇവരെങ്ങനെയാണ് ഇത് സഹിക്കുക? ഒരു സ്ത്രീയാണ് ഞങ്ങളുടെ സംഘടന തലപ്പത്തുള്ളതെന്നുള്ള ഒരു വികാരം. ഇന്നലെ തന്നെ നോക്കൂ, പാതിയിലധികം പേര് വോട്ട് ചെയ്തിട്ടില്ല. മൊത്തം വോട്ടവകാശമുള്ളതിൽ 50% എബവ് ആളുകൾ, പ്രധാന താരങ്ങളടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ പോലും വന്നിട്ടില്ല. കാരണം അവർക്ക് മനസ്സിലായി എന്താ സംഭവിക്കാൻ പോകുന്നത്. കാരണം അവരിൽ ഇതിനകത്ത് തലപ്പത്ത് വരാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്കൊന്നും വരാൻ പറ്റാത്ത ഒരു സവിശേഷ സന്ദർഭം രൂപപ്പെട്ടു. അപ്പോൾ പിന്നെ കളത്തിലുള്ളത് ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനെയും പോലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരാണ് അധികാരത്തിലേക്ക് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം തന്നെ ഇല്ലാതായിരിക്കുന്നു എന്ന മട്ടിൽ വോട്ട് ചെയ്യാൻ ബഹുഭൂരിപക്ഷം ആൾക്കാരവിടെ വന്നില്ല എന്ന് കാണണം. അതത്രയും വാല്യൂ ചെയ്തിട്ടുള്ളൂ. എനിവേ ചെയ്ത വോട്ടാണ് പ്രധാനം. അതിൽ തന്നെ ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടു, അത്രയും നല്ല കാര്യം. രണ്ടാമത്തേത്, ഇതിലേറ്റവും പ്രധാന കാര്യം, സ്ത്രീ അമ്മയാകണം എന്നെല്ലാവരും ആഗ്രഹിച്ചു. ഇപ്പോൾ അത് അമ്മയായിരിക്കുന്നു. അമ്മ ഒരു വനിതയാകണം എന്നെല്ലാവരും ആഗ്രഹിച്ചു. ഇപ്പോൾ അത് വനിതയായിരിക്കുന്നു എന്ന് ശ്വേതാ മേനോൻ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്ത്രീകളുടെ വൈകാരിക തലങ്ങളെ, സ്ത്രീകളുടെ അവകാശബോധത്തെ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയായിട്ട് അത് മാറണമെന്ന് പലരും പറഞ്ഞു. ഇപ്പോൾ അത് മാറി എന്നാണ് അവർ പറഞ്ഞ ഒരു വാചകം. അത് കേൾക്കുമ്പോൾ നല്ല രസമാണ്. സോ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ആ സംഘടനയുടെ തലപ്പത്തേക്ക് വരണമെന്ന് അതിനകത്തുള്ളവരും പുറത്തുള്ളവരും ആഗ്രഹിച്ചത്? ആ റീസണെ അവരെന്തുമാത്രം ഉൾക്കൊള്ളുന്നു? അതാണ് അടുത്ത ചോദ്യം. വെറുതെ ഒരു സ്ത്രീ വന്ന് അവിടെ ഇരിക്കുക എന്നതിലല്ല, എന്തുകൊണ്ട് സ്ത്രീകൾ വരണം എന്ന ആളുകൾ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ അതിനകത്തെ ഇരകൾ ആഗ്രഹിച്ചു, അതിനകത്തെ പോരാളികൾ ആഗ്രഹിച്ചു. അതിൻ്റെ കാരണം സ്ത്രീകൾ വലിയ തോതിലുള്ള വിവേചനം അനുഭവിക്കുകയാണ്. ആ വിവേചനത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് കുറച്ചുകൂടി വിശാല വീക്ഷണമുള്ള, സ്ത്രീ അവകാശബോധമുള്ള, തുല്യതാബോധമുള്ള ആളുകൾ അതിൻ്റെ തലപ്പത്തേക്ക് വരണം. അത് വനിതയായിരിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇപ്പോൾ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ശ്വേതാ മേനോനും അല്ലെങ്കിൽ ശ്വേതാ മേനോൻ്റെ ഒപ്പമുള്ള ആളുകളും മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന പ്രതികരണങ്ങളിൽ മനസ്സിലാവുന്നത് തങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കാരണമാക്കപ്പെടുമെന്ന് സ്വാഭാവികമായി വിചാരിക്കുന്ന റീസൺ ഉണ്ടല്ലോ, അതിനെ അവരെന്ത് ചെയ്താൽ അംഗീകരിക്കുന്നില്ല. കാരണം 4 നടിമാർ രാജിവെച്ച് പോയി അമ്മയിൽ നിന്ന്. രാജിവെച്ച് പോകാനുണ്ടായ കാരണം എന്താണെന്ന് കേരളത്തിന് മുഴുവൻ അറിയാം. അവരുന്നയിച്ച പ്രശ്നത്തെ വാല്യൂ ചെയ്യാൻ ആ സംഘടന തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന നില വന്നപ്പോൾ ഗതികെട്ടിട്ടാണ് അവർ രാജിവെച്ച് പോയത്. റിമയും ഗീതുവും അടക്കമുള്ള 4 പേര്, ഭാവന, ഇവരൊക്കെ രാജിവെച്ച് പോകാനുള്ള കാരണം അതാണ്. അപ്പോൾ ഇപ്പോൾ ശ്വേതാ മേനോനോട് അവരെ തിരികെ കൊണ്ടുവരുമോ? ശ്വേതാ മേനോൻ്റെ ഹസ്ബൻഡ് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രതികരണത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻഡസ്ട്രിയാണ് മലയാളം സിനിമ. ആ മലയാളം സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ പക്ഷേ കുറച്ച് ഇമേജ് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഘട്ടമാണിത്. ആ ഇമേജ്, ആ പ്രതിച്ഛായ പ്രശ്നത്തെ മറികടക്കാൻ ഉള്ള ഉദ്യമങ്ങൾക്കായിരിക്കണം ഊന്നൽ കൊടുക്കുക. അതായിരിക്കും മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചലഞ്ചെന്ന് ഞാൻ കാണുന്നു ശ്വേതയ്ക്ക് മുമ്പിൽ നിന്ന്. അതുതന്നെയാണ് അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻഡസ്ട്രി ആയിരിക്കുന്ന അമ്മയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ആരോപണങ്ങളും കേസുകളും ഉണ്ട്. അവ പരിഹരിച്ചുകൊണ്ട് എല്ലാവർക്കും നിൽക്കാൻ കഴിയുന്ന, തൊഴിൽ സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തൊഴിലവകാശബോധ സംഘടനയാക്കി അതിനെ മാറ്റാൻ അവർക്ക് പറ്റുമോ? ആ ചോദ്യം അവരുടെ മുമ്പിലുള്ളൂ. വേറെ ചോദ്യങ്ങളൊന്നുമില്ല. ബാക്കിയൊക്കെ അത് നോർമലി അത് റൺജായിക്കോളും. അതിനകത്ത് അവരെടുക്കുന്ന പൊസിഷൻ അമ്പരപ്പിക്കുന്നതാണ്. അതായത് രാജിവെച്ച് പോയ ആളുകൾക്ക് തിരികെ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ എവിടെ എടുക്കാം. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അജണ്ടയായിട്ട് അതിനെ കാണുന്നില്ല എന്നവർ പറയുന്നു. അങ്ങനെയാണോ അവർ ചെയ്യേണ്ടത്? ആ രാജിവെച്ച് പോയവർ വെറുതെ എന്തെങ്കിലും പിണക്കത്തിൻ്റെ പേരിലോ പദവികൾ കിട്ടാത്തതിൻ്റെ പേരിലോ രാജിവെച്ച് പോയവരല്ല. മറിച്ച് അവർ രാജിവെച്ച് പോയത് ഈ സംഘടന എടുത്ത സ്ത്രീവിരുദ്ധമായ നിലപാടിൻ്റെ പേരിൽ രാജിവെച്ച് പോയവരാണ്. അപ്പോൾ ആ സ്ത്രീവിരുദ്ധ നിലപാട് എപ്പോൾ ആ സംഘടന തിരുത്തുന്നോ അപ്പോഴാണ് അവർക്ക് കടന്നു വരാൻ പറ്റുക. അതിന് ആര് ഇനീഷ്യേറ്റീവ് എടുക്കണം? ഈ വിജയിക്കപ്പെട്ട ശ്വേതാ മേനോൻ ഇനീഷ്യേറ്റീവ് എടുക്കണം. ഞാൻ ആ ഇനീഷ്യേറ്റീവ് എടുക്കാൻ പോകുന്നില്ല എന്നവർ പ്രഖ്യാപിച്ചാൽ പിന്നെ അവരുടെ വിജയം കൊണ്ട് എന്ത് പ്രയോജനം? അവർ തിരഞ്ഞെടുക്കപ്പെടണമെന്ന് വിചാരിച്ച മനുഷ്യരുടെ കാരണത്തിന് ഒരു വാല്യൂവും ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ ഈ 4 പേരെ തിരികെ കൊണ്ടുവരാൻ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമോ? ആ ചേഞ്ച് അവർ കൊണ്ടുവരുമോ? അതോ അവർ ഈ പറയുന്ന പുരുഷ കേസരികളായ മനുഷ്യർ ഇത്രയും കാലം കൊണ്ടു നടന്ന ഈ പറയുന്ന സ്ത്രീവിരുദ്ധമായ താല്പര്യത്തിൻ്റെ പ്രചാരകയായി തന്നെ തുടരുമോ എന്ന ആശങ്ക അതവരുണ്ടാക്കാൻ പാടില്ല. ഇതിന് മുമ്പ് നിൽക്കുന്ന അതിൻ്റെ കൂടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചും പലതരത്തിലുള്ള കൺസേൺസ് ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട്. അവരെടുക്കുന്ന പൊസിഷൻ എന്താണ്? ഇപ്പോൾ അതിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യുവതി ദിലീപേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയും അയാൾക്ക് വേണ്ടി നിലകൊള്ളുകയും അയാൾ അനാവശ്യമായി വേട്ടയാടപ്പെടുകയും ചെയ്യുന്നത് പുറത്തു പറയാൻ മടി കാണിച്ചിട്ടില്ലാത്തവരാണ്. കുക്കു പരമേശ്വരൻ വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ, അതിലെ ഇരകളാക്കപ്പെട്ട ആളുകളുടെ ടെസ്റ്റിമണി വീഡിയോയുമായി ബന്ധപ്പെട്ട് സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ അവർക്കെതിരെ ഉണ്ട്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമായും എല്ലാം ബന്ധപ്പെട്ട് സൂക്ഷ്മ പരിശോധനയിൽ നമുക്ക് സംശയിക്കാനും അല്ലെങ്കിൽ ആശങ്കപ്പെടാനും കഴിയുന്ന പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ അവർക്കെതിരെയുണ്ട്. അതുകൊണ്ട് അവരെ പൂർണ്ണമായും റദ്ദ് ചെയ്ത് കളയണം എന്നല്ല ഞാൻ പറയാം. പക്ഷേ അങ്ങനെ റദ്ദ് ചെയ്ത് കളയരുത് എങ്കിൽ
അവർ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്, എന്തുകൊണ്ട് അമ്മയിൽ വനിതകൾ വരണം എന്ന ക്വസ്റ്റ്യൻ ഉയർന്നു വന്നു. ആ ക്വസ്റ്റ്യനെ സാധൂകരിക്കുന്ന പൊസിഷൻ എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വിജയം അപ്രസക്തമായി പോകും. അത് ശ്വേതാ മേനൻ്റെ ആദ്യ പ്രതികരണം അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. അവർ പറയാണ് ഈ 4 പേരെ തിരികെ കൊണ്ടുവരാൻ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നിടത്ത് അവർ ഒരു ഉപയോഗശൂന്യമായ കസേരയിലിരിക്കുന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. രണ്ട് ഡയമെൻഷൻ അതിനുണ്ട്. ഒന്നാമത്തേത്, കേരളത്തിൽ എവിടെയും സ്ത്രീകൾ പ്രധാനപ്പെട്ട കസേരകളിലേക്ക് വരുന്നു എന്നത് ഒരു സമൂഹത്തിനാകെ നല്ല സന്ദേശമാണ്. പക്ഷെ അമ്മയിലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വളരെ സവിശേഷമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളോട് മുൻപത്തെ ആളുകൾ തന്നെ സ്വീകരിച്ച സമീപനമാണ് ഇവർ സ്വീകരിക്കാൻ പോകുന്നതെങ്കിൽ ഇവരെ കൊണ്ട് പ്രത്യേകിച്ച് വിപ്ലവകരമായിട്ടുള്ളതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അതുകൊണ്ട് ശ്വേതാ മേനോൻ തിരഞ്ഞെടുക്കപ്പെട്ട മൊമെൻറ്റ് കഴിഞ്ഞ് അവരുടെ ആദ്യ പ്രതികരണം എല്ലാ അർത്ഥത്തിലും നിർഭാഗ്യകരമാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.